നമ്മൾ കറിയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്ക് കുറച്ച് ഇല മതി. നമുക്ക് ഞാൻ ഇല ഒന്ന് എടുത്തിട്ട് എല്ലാം എടുത്ത് പിച്ചെടുത്ത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വരാം. അടിപൊളി ഫ്രഷായിട്ടുള്ള മുരിങ്ങയില കണ്ട ഞാനിപ്പോൾ പറിച്ചിട്ട് വന്നതാണ്. നമുക്കിതെല്ലാം ക്ലീൻ ചെയ്തിട്ട് കഴുകുന്നെല്ലാം ക്ലീനാക്കി എടുത്തിട്ട് വരാം. നന്നായിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. നമുക്കിനി അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ വേണം, 2 കഷ്ണം ചെറിയ ഉള്ളി വേണം, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് ചെറിയ ജീരകം, പിന്നെ അടുത്തതായിട്ട് വേണ്ടത് അല്പം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി. നമുക്കിതെല്ലാം മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചിട്ട് വരാം. ഇതാ നമ്മുടെ അരപ്പെല്ലാം റെഡിയായിട്ടുണ്ട്. പാൻ ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരട്ടെ. നമുക്കിനി കടുകിട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. നമുക്ക് തീ കുറച്ച് വയ്ക്കാം. ഒന്ന് വെറുതെ ഒന്ന് ചുമ്മാ ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് വാടി കിട്ടിയാൽ മതി, കളർ ചേഞ്ച് ആവാൻ പാടില്ല. നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഈ പച്ചമണം ഒന്ന് മാറുന്നതിന് വരെ ഇളക്കി കൊടുക്കാം. നമുക്കിനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. തിളയ്ക്കാൻ പാടില്ല കറി. ഇത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നമ്മുടെ കറി പാകമായിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി മുരിങ്ങയില കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കമൻസിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്